ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ബെറ്റ ബ്രീഡിംഗ് സീരീസ് ആണ്. അപ്പോൾ ബെറ്റ ബ്രീഡിംഗ് സീരീസ് പാർട്ട് 1 ആണ് ഇന്ന് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന. പാർട്ട് 1 എന്ന് വെച്ചാൽ എങ്ങനെ നമുക്ക് ഫൈറ്റർ ഫിഷിനെ അല്ല ബെറ്റ ഫിഷിനെ നമുക്ക് ബ്രീഡിങ്ങിന് മുമ്പായിട്ട് കണ്ടീഷൻ ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. അപ്പം സ്മോൾ ടോപ്പിക്കാണ്, ഒത്തിരി നേരമുള്ള ലെങ്തി വീഡിയോ ഒന്നുമല്ല. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം ഇതാണ് നമ്മൾ ബ്രീഡിങ്ങിന് കണ്ടീഷൻ ചെയ്യാനായിട്ട് ഇരിക്കുന്ന മെയിലും ഫീമെയിലും. ഇത് ബട്ടർഫ്ലൈ ടൈപ്പിൻ്റെതാണ്. ഇത് മെയിലാണ്, ഇത് ഫീമെയിലാണ്. നമ്മൾ ബ്രീഡിങ്ങിനായിട്ട് കണ്ടീഷൻ ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നുമില്ല, നമ്മൾ സിമ്പിളായിട്ട് നമുക്ക് കണ്ടീഷൻ ചെയ്യാവുന്ന സിമ്പിളായിട്ട് നമുക്ക് ഇവരെ കണ്ടീഷൻ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. വേറെ ഒന്നും നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ കുഞ്ഞു ബദാമിൻ്റെ ഇത്തരം നമ്മുടെ 2-3 മുറിച്ച് ഇതിനകത്തിടുക. അപ്പോൾ നമ്മൾ ഈ നല്ല ഇതുപോലത്തെ വാട്ടർ ക്യാബേജും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നത്, നല്ല വേറിറങ്ങിയ പ്ലാന്റ്സ് ഒക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യാം. അപ്പോൾ മെയിൽ ഫിഷ് ബബിൾസ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഫീമെയിൽ ഇതാണ്. നമുക്ക് ഇനി ഫീഡ് കൊടുക്കാന്ന് പറയുമ്പോൾ മോർണിംഗിൽ പെല്ലറ്റ് ആയിരിക്കും നല്ലത്. ഉച്ചയ്ക്ക് 3 നേരം നമ്മൾ നല്ലപോലെ തന്നെ ഫീഡ് ചെയ്യണം. രാവിലെ നമുക്ക് പെല്ലറ്റ് കൊടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ ആണെങ്കിൽ നമുക്ക് ലൈവ് ഫീഡുകൾ കൊടുക്കാം. മൊയിന, കൂത്ത, അടി അങ്ങനെയൊക്കെ നമുക്ക് കൊടുക്കാം. അപ്പം എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പം കൊടുക്കുന്നത് പെല്ലറ്റ് തന്നെയാണ്. 3 നേരം പെല്ലറ്റ് തന്നെയാണ് കൊടുക്കുന്നത്. ഇടയ്ക്ക് കൊതുകൂത്താടി കൊടുക്കാറുണ്ട്. അപ്പം അങ്ങനെയാണ് കൊടുക്കേണ്ടത്. പിന്നെ നമുക്കിത് മുട്ടയുടെ മഞ്ഞ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പം മുട്ടയുടെ മഞ്ഞ നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ, മുട്ട നമ്മൾ പുഴുങ്ങിയിട്ട് അതിൻ്റെ മഞ്ഞ എടുത്തിട്ട് നമ്മുടെ ചായ അരിക്കുന്ന അരിപ്പയ്ക്കകത്തോടെ നമ്മൾ അരിച്ചെടുത്ത് തരിതരിയായിട്ട് എടുത്തിട്ട് നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്ത് നമുക്കൊരു ടിന്നിലിട്ട് സൂക്ഷിക്കാവുന്നതാണ്. അപ്പം അത് ഫ്രിഡ്ജിൽ വെക്കണം, അല്ലെങ്കിൽ അത് പൂത്തുപോവും. എന്നിട്ട് ഓരോ ദിവസവും ഇച്ചിരി എടുത്തെടുത്ത് അതിനകത്ത് നമുക്ക് ഫീമെയിലിനും മെയിലിനും ഫീഡ് ചെയ്യാവുന്നതാണ്. അപ്പം ഇതാണ് മെയില്, ഇത് ഫീമെയില്. ബ്രീഡിംഗ് ഒക്കെ പുറകെ വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ മെയിലിനെ ഫീമെയിലിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ എന്താ പറയുക കണ്ടീഷൻ ചെയ്യാനായിട്ട്. ഇതിപ്പോൾ ഞാൻ സെപ്പറേറ്റ് ചെയ്ത് ഇങ്ങനത്തെ ഒരു 2-in-1 കോളർ ഉള്ള ഒരു ഇതിനകത്താണ്. അപ്പോൾ അങ്ങനെ സെപ്പറേറ്റ് ആയി കിടന്നോളൂ. പിന്നെ 2-in-1 അക്വേറിയാണ്. അപ്പോൾ ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടിരിക്കുന്നത് ഇങ്ങനെയാണ്. ബ്രീഡിങ്ങിനൊക്കെ ആകുമ്പോൾ ഒരുമിച്ച് നമുക്ക് കണ്ടീഷൻ ചെയ്യാൻ പറ്റുമല്ലോ, ബദാമിൻ്റെ എല്ലാം ഇട്ട്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫീമെയിലിനൊക്കെ നമ്മൾ മെയിൻലി മറ്റുള്ള ഫീമെയിൽസിൻ്റെ ഒക്കെ കൂടെയാണ് നമ്മൾ ഇടാറ്. അപ്പോൾ ഫീമെയിലിനൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് നമ്മൾ ഇട്ട് ചെയ്യുന്നതായിരിക്കും ഇച്ചിരി കൂടെ നല്ലത്, എഗ് കൗണ്ടൊക്കെ കൂടാനായിട്ട്. ഇപ്പോൾ ഈ ഫീമെയിലിന് ആവശ്യത്തിനൊക്കെ എഗ്ഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പം കണ്ടീഷൻ ചെയ്യുന്നതിന് ഇത്രയൊക്കെ ഉള്ളൂ, വേറെ വലിയ കാര്യങ്ങളൊന്നുമില്ല. കണ്ടീഷൻ ചെയ്യാനൊക്കെ എളുപ്പമാണ്. അപ്പോൾ ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ആർട്ടീമിയം മൊയിനെ ഒന്നും ഇല്ലാതെ ഒരു ഇച്ചിരി ഗപ്പിയെ ഫ്രൈക്കാളും, അതായത് ഗപ്പി ഫ്രൈഡേക്കാളും നല്ലപോലെ സൈസായ ഒരു കുഞ്ഞിനെ കാണിക്കാനാണ്. ഫൈറ്ററിൻ്റെ ഒരേ ഒരു കുട്ടിയുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമിൽ ഞാനിപ്പോൾ കാണിച്ച ആ മെയിലിനെ ഫീമെയിലിനെ ബ്രീഡ് ചെയ്യിച്ചപ്പം ഒരു കുട്ടീനെ ഞാൻ പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരു ടാങ്കിലിട്ടിരുന്നു. അപ്പോൾ ആ ഒരു കുട്ടിയുടെ വളർച്ചയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഒരേ ഒരു കുഞ്ഞേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് കാണുന്നില്ല. ഇവനാണ് കേട്ടോ നമ്മളെ കുഞ്ഞ്. ഓടിപ്പോലെ. അപ്പം ഇവൻ ഒരാളാണ് നമ്മുടെ കുഞ്ഞ്. അപ്പം ഇവൻ നമ്മൾ ഫുഡും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ, തന്നെ ഇത്രയും വലുതായത്. അപ്പോൾ കിട്ടുന്നുമില്ലല്ലോ. അപ്പോൾ ഇവനാണ് നമ്മുടെ കുഞ്ഞ് കേട്ടോ. നല്ലൊരു സൈസായ ഒരു കുഞ്ഞാണ്. ഇപ്പം ഞാൻ ഇന്ന് മാറ്റി കാണിച്ചു തരാം. പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ ഇട്ടോണ്ട് അങ്ങനെ ഇരിക്കും അതിനകത്ത്. ഓടിപ്പോവാ. അപ്പോൾ നമ്മൾ ഈ പ്ലാന്റ്സൊക്കെ ഒന്ന് മാറ്റട്ടെ. ഓക്കെ, എന്തി ഇവിടെ ഉണ്ട്. കിട്ടുന്നില്ലല്ലോ.
അത് നല്ല സൈസായ ഒരു കുട്ടിയാട്ടോ, ആവശ്യത്തിനേറെ സൈസായിട്ടുണ്ട്. ഒരു ഗപ്പി ഫ്രൈ നല്ല മൊയിനെ കൊടുക്കാൻ പാകത്തിനൊക്കെ ആയിട്ടുണ്ട്. ആർട്ടിമി ഒന്നും കൊടുക്കാതെ വളർന്ന ഒരു കുഞ്ഞാണ് കേട്ടോ. അപ്പോൾ ഞാൻ കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു, ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇവനാണ് കേട്ടോ നമ്മുടെ ആള്. ഇവൻ ഒരെണ്ണത്തെ ഞാൻ പരീക്ഷിച്ചാട്ടോ, ഞാൻ ടാങ്ക് കാണിച്ചു തരാം ഏതിലാണ് ഞാൻ ഇട്ടേന്ന്. ഇപ്പൊ ഇവനാണ്, ഇപ്പൊ നല്ല സൈസായി ഇവൻ. ഒരു ഗപ്പി ഫ്രൈയേക്കാൾ നല്ല ഒരു സൈസായിട്ടുണ്ട്. ഇവൻ തന്നെ നമ്മുടെ മെയിലിന് ഫീമെയിലിനെ പോലെ തലയിലാണ് കളർ കയറിയിട്ടുള്ളത്. അപ്പൊ തലയിലല്ലേ ചുമല ഇത് വന്നിട്ടുണ്ടല്ലോ, അപ്പൊ അങ്ങനെ വന്നിട്ടുണ്ട് കളറൊക്കെ. ഞാൻ പ്ലാന്റും കാര്യങ്ങളൊക്കെ ഇട്ട് വാട്ടോ. അപ്പൊ ഞാൻ ആ ടാങ്ക് കാണിച്ചു തരാം ഏതിലാണ് ഇവനെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നതെന്ന്. ആ ഒരു ടാങ്ക് എന്ന് പറയുന്നത് ഇവിടെയാണ് കേട്ടോ. അപ്പൊ ചെമ്പരത്തിയുടെ ഒക്കെ അടിയിലാണ്. അപ്പൊ ചെമ്പരത്തിയുടെ ഇലയൊക്കെ ഇതിനകത്ത് വീണ് കിടപ്പുണ്ട്. ഈ ഒരു ടാങ്കാണ്. അപ്പൊ ഇതിനകത്ത് കുറേ ഞാൻ നോക്കിയപ്പോൾ കുറേ ഇങ്ങനെ സൂക്ഷ്മജീവികൾ പോലെ കുറേ പ്രാണികളും കാര്യങ്ങളൊക്കെ ഇതിനകത്തോടെ ഉണ്ട് കേട്ടോ. അപ്പൊ ഞാനിപ്പോ കുറച്ച് ഫ്രൈസിനെ അതിന്റെ രണ്ടാമത്തെ ബ്രീഡിങ്ങിന്റെ ഫ്രൈസിനെ ഞാൻ ഇതിനകത്ത് ഇറക്കി വിട്ടിട്ടുണ്ട്. കാണാൻ പറ്റുമായിരിക്കും തോന്നുന്നു. അപ്പൊ ഇതുണ്ടോ, കുറച്ച് ഫ്രൈസ്, ഒത്തിരി ഒന്നുമില്ല. ഞാനിപ്പോ പരീക്ഷണാടിസ്ഥാനത്തിൽ വീണ്ടും കുറച്ച് ഫ്രൈസിന് അപ്പൊ ഒരു 10-20 ഉണ്ട്. ബാക്കി നമ്മുടെ ടാങ്കിൽ തന്നെ കേട്ടോ ഉള്ളത്. അപ്പൊ അതുങ്ങളെ ഞാൻ ഇങ്ങോട്ട് പിടിച്ചിട്ടു. ഇപ്പൊ സൈസ് അറിയാലോ നമുക്കിപ്പം. ഈ നമ്മൾ ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു കുഞ്ഞ്, അത് ഞാൻ ഏകദേശം 6 ദിവസം എന്റെ കയ്യിലിരുന്നു. ഇത് 19 ദിവസമായി അത് ഫ്രീസിമായിട്ട്. 19 ദിവസമായേ ഉള്ളു ആ ഒരു കുഞ്ഞ് ഫ്രീസിമായിട്ട്. അപ്പൊ ഇതെന്ന് വെച്ചാല്, ഈ ഒരു ടാങ്ക് എന്ന് വെച്ചാല് ജസ്റ്റ് വാട്ടർ ഒഴിച്ച് വെള്ളം ഒഴിച്ച് ഈ ബേസിനകത്ത് ഇങ്ങനെ കുറച്ച് വാട്ടർ ക്യാബേജ് ഇട്ട്, വേറെ ഒന്നും കാണിച്ചിട്ടില്ല. പിന്നെ കുറെ ഇതിന്റെ മുകളിൽ നിന്ന് കുറെ എന്നാ പറയാ ചെമ്പരത്തിയുടെ ഒക്കെ ഇല വീണ് ഇതിന്റെയൊക്കെ പോയ ഇലയൊക്കെ വീണ് അങ്ങനെ കിടക്കുന്നേ ഉള്ളൂ. വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇതിന് ഒരു വാട്ടർ ചേഞ്ചും കൊടുത്തിട്ടില്ല, ഒരു ഫുഡും കൊടുത്തിട്ടില്ല, ഒന്നും കൊടുത്തിട്ടില്ല. അതിനാകെ ഞാൻ കൊടുത്തിട്ടുള്ളത് 6 ദിവസം ഞാൻ മറ്റുള്ളതിന്റെ കൂടെ ഇട്ട് ടാങ്കിലിട്ട് വളർത്തി. അത് കഴിഞ്ഞ് എന്നാ പറയാ അത് കഴിഞ്ഞ് ഞാൻ 6 ദിവസം ഉണ്ടായി. അത് കഴിഞ്ഞ് ഞാൻ അതിന്റെ മുട്ടയുടെ മഞ്ഞക്ക് ഒരു 2 ദിവസം ഫീഡ് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ പരീക്ഷണാടിസ്ഥാനത്ത് ചുമ്മാ ഇതിനകത്ത് ഇറക്കി വിട്ടാട്ടോ. അപ്പൊ ഇറക്കി വിട്ടിട്ട് ഇപ്പൊ ഒരു 13 ദിവസമായിട്ടുണ്ട്. 19 ദിവസമായി ഇന്ന് കൃത്യം അത് ഫ്രീസുമായിട്ട്. അപ്പൊ അങ്ങനത്തെ നല്ല ഒരു സൈസ് അത്രയും കിട്ടി. അപ്പൊ ഈ ഒരു ടാങ്കിൽ അപ്പൊ 10-20 കുട്ടികളെ ഞാൻ സെക്കൻഡ് ബ്രീഡിങ്ങിന്റെ ഞാൻ ഇതിനകത്ത് കുറച്ച് ഇറക്കി വിട്ടിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഇറക്കിയതേ ഉള്ളൂ. ഇതും ഇപ്പൊ 6 ദിവസമായി. ഒരു 15 ദിവസമൊക്കെ ആവുമ്പോൾ നമുക്ക് നോക്കണം അതിന്റെ ഒരു വളർച്ചയും കാര്യങ്ങളൊക്കെ. അപ്പം ഇതാണ് ഇവിടുത്തെ വിശേഷങ്ങള്. അപ്പൊ സെക്കൻഡ് ബ്രീഡിങ്ങിന്റെ ടാങ്ക് ഇതാട്ടോ. അപ്പൊ നേരത്തെ ടാങ്ക് ഇവിടെയായിരുന്നു വെച്ചിരുന്നത്. ഇപ്പൊ ഇങ്ങോട്ട് മാറ്റി അവിടെ ഒരു ഫൈറ്ററിന്റെ ബ്രീഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ടാങ്ക് ഇപ്പൊ സെറ്റ് ചെയ്യണം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ടാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നിറച്ച് ഫ്രൈസ് ഉണ്ട്. ഇതിനകത്തുനിന്നാണ് നമ്മൾ 2-3 ഫ്രൈസിനെ അതിനകത്തേക്ക് ഇറക്കി വിട്ടിട്ടുള്ളത്. 2-3 അല്ല, ഒരു 5-6 ഉണ്ട്. കണ്ടോ, ഇതിനകത്ത് കുറച്ച് ഫ്രൈസ് ഉണ്ട്. ഇതിനകത്ത് നമ്മൾ വാട്ടർ ചേഞ്ചും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇത് ഫ്രീസുമായിട്ട് നമ്മൾ ഇൻഫ്യൂസോറി ഒന്നും ഫീഡ് ചെയ്തിട്ടില്ല. നമ്മൾ മുട്ടയുടെ മഞ്ഞ തന്നെയാണ് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറച്ച് വാട്ടർ ക്യാബേജും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഇട്ടു. കുറച്ച് വാട്ടർ ക്യാബേജും കാര്യങ്ങൾ 2 ബദാമിന്റെ ഇല ഇട്ടു. വേറെ ഒന്നും നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടില്ല. വാട്ടർ ചേഞ്ച് കൊടുത്തിട്ടില്ല, വേറെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് നല്ല വളർച്ചയുണ്ട്. ഈ നിങ്ങൾക്ക് കുഴപ്പമില്ലാത്ത സൈസും ഉണ്ട്, കൗണ്ടും ഉണ്ട്. നമ്മൾ ഇങ്ങനത്തെ ഒരു പ്ലാന്റ് ഇത് തൊട്ടു. ഇത് കുഞ്ഞതായിരുന്നു, ഇപ്പൊ നല്ലപോലെ തന്നെ വളർന്നിട്ടുണ്ട് ആ ഒരു പ്ലാന്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും അങ്ങനെ നമുക്ക് കണ്ടീഷൻ ചെയ്യണം എന്നൊക്കെ മനസ്സിലായി കാണും. ബ്രീഡിങ്ങിൻ്റെ ഒക്കെ വീഡിയോ പുറകെ വരുന്നതായിരിക്കും. അപ്പോൾ ഉടനെ തന്നെ വരും. അപ്പോൾ നിങ്ങളെ ബ്രീഡിങ്ങിന് ഇടാറായിട്ടുണ്ട്, രാവിലെ കാണിച്ച ഒരു പെയറിനെ. അപ്പം ബ്രീഡിങ്ങിൻ്റെ വീഡിയോ ഒക്കെ പുറകെ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ കണ്ടീഷൻ്റെ വീഡിയോ ഒക്കെ ഇത്രേ ഉള്ളൂ. കണ്ടീഷൻ ചെയ്യാൻ വളരെ സിമ്പിളാണ്. ഇത്രയും കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. നല്ലപോലെ തന്നെ ഫുഡ് കൊടുത്ത് വാട്ടർ ചേഞ്ചും കാര്യങ്ങളൊന്നും ഞാൻ കൊടുത്തിട്ടില്ല. അങ്ങനെ ബാദാമിൻ്റെ ഒക്കെ ഇല ഇട്ട് അങ്ങനെ ചെയ്യുവാണെങ്കിൽ സൂപ്പറായിട്ട് നമുക്ക് കണ്ടീഷൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.